ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛയ്ക്ക് താഴെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ, ഞങ്ങളെ വീടിൻ്റെ താഴത്തായിട്ട് അടിവാരം നാട്ട് അങ്ങോട്ട് പറയുക. അപ്പോൾ അവിടേക്ക് ഉള്ളിവട, അതുപോലെ ചിക്കൻ പാർട്സ്, ബോട്ടി, പിന്നെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പുറത്തൊരടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടുപ്പിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അവിടെ ആകെ ചോർന്നതായിട്ടോ. പിന്നെ വീടിൻ്റെ ഉള്ളിലത്തെ അടുപ്പിൽ നിന്നൊന്നും ഉണ്ടാക്കലുണ്ടായിരുന്നു. അപ്പോൾ കുറേ വിറക് വേണം കേട്ടോ. പിന്നെ വലിയ അടുപ്പാകുമ്പോൾ നമുക്ക് വലിയ മുട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാക്കണ അച്ഛനും അമ്മയും കൂടി കേട്ടോ ഇവിടെ പുറത്ത് ഒരു അടുപ്പ് സെറ്റാക്കുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞടുപ്പ് പുറത്തുണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഡോറ് തുറന്നതാണ്. ഇത് പുറത്തുനിന്ന് ഋതിക്കുട്ടീനിട്ട് അടക്കുകയാണ് കേട്ടോ അമ്മ. ഇതിൽ ഇനി ഒരുപാട് പണി എടുക്കാനുണ്ട്. ഇതാണ് ഇവിടെ അടുപ്പ്, രണ്ടടുപ്പാണ് കേട്ടോ. ഇതിനി ഇവിടെ അച്ഛൻ എന്താ ഉദ്ദേശിക്കുക അറിയില്ല. ഇനി അതിൻ്റെ സൈഡിൽ നിന്ന് ഹോളൊക്കെ വരുമോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഫുള്ള് പണി കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ കാണിച്ചതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന അടുപ്പ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ പച്ച നെറ്റ് കെട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഓലട്ടല്ലേ, അത് പിന്നെ പൊളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇതിൻ്റെ മേലെ ഷീറ്റും ഇനി അതിൻ്റെ മേലെ ഓലയൊക്കെ ഇടാനുണ്ടേ. അതാണ് കേട്ടോ ഞങ്ങളെ പുറത്തെ അടുപ്പ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാവുമ്പോൾ കുറച്ച് വലിയ അടുപ്പ്. അപ്പോൾ അതിൽ വലിയ വിറകൊക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ അടുക്കളയിലാകുമ്പോൾ ചെറിയ അടുപ്പാവുമല്ലോ. അപ്പോൾ ചെറിയ വിറകുകൾ കുറേ വേണ്ടി വരും. അപ്പോൾ ഭയങ്കര ചിലവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു ചട്ടിയിൽ പാർട്സും അതുപോലെ ബോട്ടിയൊക്കെ വെക്കുക. പിന്നെ ഈ അടുപ്പത്തിലാണെങ്കിൽ ഉള്ളിവടയൊക്കെ ചൂടാം. പിന്നെ കുക്കറൊക്കെ വെക്കാൻ പാകത്തിലുള്ള അടുപ്പാണ് കേട്ടത്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കേ, പിന്നെ ഇവിടെ ഇതാ അച്ഛന് പൊടികളൊക്കെ വെക്കുക, ടിന്നുകൾ, അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കമിഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഇതാ 1 2 3 പലക വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ. അവിടെ ടിന്നുകളും അതുപോലെ ചെമ്പട്ടികൾ കമിഴ്ത്തി വെക്കാം. ഇനി ഋതിക്കുട്ടി ഇതാ വാതിലൊക്കെ അടയ്ക്കേണ്ട. ഇനി നമ്മളെ ഇതിലേ ചാടുക.